ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ചക്കപ്പഴം വെച്ചുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അഥവാ വട്ടയപ്പം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എനിക്കറിയാവുന്ന പേരൊക്കെ ഉപയോഗിച്ചേക്കുവാണ്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചെറുതായിട്ടൊന്ന് ഞുറുക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നാഴി പച്ചിരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന് വന്നപ്പോൾ അതുകൂടി കഴുകി വാരി ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ മധുരത്തിനാവശ്യമായി ഒരു അര ഗ്ലാസ് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഗ്ലാസും കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് തോനെയൊന്നും വേണ്ട, ഒരു ഇച്ചിരിയും പേരിന് ചേർത്താൽ മതി. നമ്മൾ ചക്കപ്പഴം ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് കിട്ടും. എന്നിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് ചൊവ്വിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റോടെ ഒന്ന് ചൊവ്വിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് പൊങ്ങി വന്നിട്ട് എടുക്കാം. ഞാനിത് തലേന്നായിരുന്നു അരച്ചു വെച്ചത്, അതുകൊണ്ട് രാവിലെ ആയപ്പോഴത്തേക്ക് അത് ഫെർമെൻറ്റേഷനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചക്കപ്പഴം രാവിലെയാണ് ക്ലീൻ ചെയ്ത് എടുത്തത്. അപ്പോൾ ചക്കപ്പഴം ക്ലീൻ ചെയ്തെടുത്തത് അരച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് 1 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 7-8 ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പകുതി കൂടി ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പകുതി ഇട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരയ്ക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചക്കപ്പഴത്തിൽ നിന്ന് തന്നെ വെള്ളം ആയിക്കോളും. അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചക്കപ്പഴത്തിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുവനെ ഇളക്കി യോജിപ്പിച്ച് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനൊന്ന് ഞുറുക്കി എടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പിളർത്തി എടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം കുറച്ച് നെയ്യിട്ട് ഒന്ന് ഉരുകി വന്നപ്പോൾ അതിനകത്തോട്ട് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ ഇട്ട് മൂപ്പിച്ച് എടുക്കുകയാണ്. ഇപ്പോൾ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് ബാക്കിയുള്ള നെയ്ക്കകത്തോട്ട് നമ്മുടെ ചക്കപ്പഴം ഞുറുക്കി വെച്ചേക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. പകുതി നമ്മൾ അരയ്ക്കാനെടുത്തു, പകുതി നമ്മൾ ഞുറുക്കിയെടുത്ത് ഇതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം. ഇതൊന്ന് വഴന്നൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എള്ളും കൂടെ ചേർത്ത് നമ്മളതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി നമുക്കാണെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിനകത്ത് കുറച്ച് വെള്ളം അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി ഒരു പ്ലേറ്റിൽ തടവിയിട്ട് അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നമ്മുടെ ചക്കപ്പഴവും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും എള്ളും
എല്ലാം കൂടെ നിരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് അവിടെ ആവിയിലിരുന്ന് അതൊന്ന് വേവട്ടെ. അപ്പം 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആറാൻ വെച്ചേക്കുകയാണ്. ഇപ്പം ആറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് എടുക്കാം. അപ്പോൾ അതിൽ കത്തി വെച്ച് ഒന്ന് ഇളക്കിയിട്ട് ഞാനത് തട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ദാണ്ടെ പാത്രത്തിലൊന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നല്ല വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് കൂട്ടുകാരെ ഇത്. കൂട്ടുകാർ ഒരു പ്രാവശ്യം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ പിന്നെ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.